സംസ്ഥാനത്ത് തുലാമഴ കനക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 24 പട്ടാളം മഴയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞു. മിഥില ബാലൻ, രാഹുൽ വിജയൻ, അതുപോലെ റാഫി കരീം ഇവരെല്ലാവരും റെഡിയായി കഴിഞ്ഞു. അതുപോലെ റിനു ശ്രീധറും. അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നല്ല പ്രഭാതമല്ല എന്ന് എനിക്കറിയാം. ആദ്യം നമുക്ക് രാഹുൽ വിജയിലേക്ക് പോകാം. രാഹുൽ, ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? ഇടുക്കിയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒരാളിൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു എന്ന വാർത്ത കൂടി വരുമ്പോൾ ആകെ ഇടുക്കി വല്ലാതെ കലുഷിതമായി കഴിഞ്ഞല്ലോ. വിവരങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായി അസാധാരണമായ സാഹചര്യമാണ് ഇടുക്കിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രി കാലങ്ങളിലാണ് മഴ അതിശക്തമായി പെയ്യുന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് കുമളിയിൽ തുടങ്ങിയ മഴ പുലർച്ചെ 2 മണി വരെ തുടർച്ചയായിട്ട് പെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തിയ കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയകണ്ടത്താണ്. ഈ വലിയകണ്ടം ഭാഗത്തുള്ള ഈ പ്രദേശം പൂർണ്ണമായിട്ടും ഇന്നലെ വെള്ളം കയറി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒരാൾ പൊക്കത്തിൽ വരെ വെള്ളം ഉയർന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വീടുകളിലൊക്കെ വെള്ളം കയറുകയും ചെയ്തിരുന്നു. അതൊക്കെ ഇപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാ ദിവസവും സമാനമായ സാഹചര്യമാണ്. ഇങ്ങനെ എല്ലാ ദിവസവും വൈകിട്ട് മഴ പെയ്യുന്നു, പെട്ടെന്ന് വെള്ളം ഉയരുന്നു, അത് വീടുകളിലേക്ക് കയറുന്നു, ആളുകളൊക്കെ അവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ. അങ്ങനത്തെ ഒരു ഗതികേടിലേക്കാണ് ഇവിടുത്തെ ആളുകൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ചേട്ടാ, ഇതിപ്പം എല്ലാ വർഷവും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഉള്ളതാണോ? അത് ഇത് ആദ്യമായിട്ടാണ്? ഇല്ലല്ല, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഒഴുകി പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, 2 ദിവസങ്ങളിലായിട്ട് അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. മിനിഞ്ഞാന്ന് പെയ്തതിൻ്റെ ഇരട്ടി മഴ ഇന്നലെ പെയ്തിട്ടുണ്ട്. ഒരു 100ഓളം വീടുകളിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. കാരണം എന്നാ വെച്ചാൽ കട്ടില്, മേശ, ബെഡ്, തുണികൾ, പുസ്തകം, ആഹാര സാധനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്നാ വെച്ചാൽ പെട്ടെന്ന് പെയ്യുന്ന മഴയായതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്യുന്നു, പെട്ടെന്ന് വെള്ളം കയറുന്നു. അതുകൊണ്ട് ആളുകൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ചേട്ടാ, നിങ്ങളൊക്കെ എങ്ങോട്ടേക്ക് മാറി? ഞങ്ങളുടെ അവിടെ വെള്ളം, ഞങ്ങളുടെ കോമ്പൗണ്ട് വാളെല്ലാം ഇടിഞ്ഞു പോയതേ ഉള്ളൂ. വെള്ളം പേക്കകത്ത് കയറിയില്ല, എങ്കിലും സ്റ്റെപ്പ് വരെ വന്ന് നിൽക്കുകയാണ് വെള്ളം. ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പുറത്തോട്ടിറങ്ങാനുള്ള പിള്ളേരുമായിട്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ തന്നെയാണ്, വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.